അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് വസ്വാസ് എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നമാണ്. അത് ഉള്ള ആളുകൾക്ക് അറിയും അതിന്റെ ബുദ്ധിമുട്ട്. കാരണം അവർക്ക് നേരാമണ്ണം വുളൂ ചെയ്യാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല, കുളിക്കാൻ കഴിയില്ല, നജസിൽ നിന്ന് ശുദ്ധിയാകാൻ കഴിയില്ല. എവിടെയും പ്രശ്നമാണ്. ചില ആളുകളെ നമ്മൾ കാണുന്നില്ലേ, കഴുകിക്കൊണ്ടിരിക്കുക, അത് ശുദ്ധിയായിട്ടില്ല, ഇങ്ങനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വുളൂ എടുക്കുമ്പോൾ നീയത്തിൽ തന്നെ പ്രശ്നമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ അല്ലാഹു അക്ബർ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. ഞാൻ തമാശക്കല്ല, അത് അവർക്കുള്ള ബുദ്ധിമുട്ട് അത് അവർക്കേ അറിയുള്ളൂ. ഇത് ശൈത്താൻ ഉണ്ടാക്കുകയാണ്. ഇത് മനുഷ്യന്മാരിൽ ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. കാരണം ശൈത്താന്റെ പ്രവർത്തനം തന്നെ നമ്മളെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതാണല്ലോ. ചില ആളുകള് ജമാഅത്തിന് വന്നിട്ട് ഇമാമ് കൈകെട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി ഒക്കെ കഴിയുമ്പോഴത്തേനും ഈ മനുഷ്യൻ ഇങ്ങനെ അല്ലാഹു അക്ബർ ആക്കിക്കൊണ്ടേയിരിക്കും. ഇമാം റുക്കൂല് പോകുമ്പോഴത്തേനും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആയി എന്നും പറഞ്ഞിട്ട് ഒരു പോക്ക് പോകും. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് അത് വളരെ പ്രയാസമാണ്. അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഉസ്താദ് അവർകൾ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും ഉസ്താദിന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ വസ്വാസ് ഇങ്ങനെ ശൈത്താൻ തുടങ്ങണതാ. ശരിയായിട്ടില്ല തോന്നിയാണ് പിന്നെ അതാണ് വളർത്തിക്കൊണ്ടുവന്നാൽ പിന്നെ ഒരു കാലത്ത് ഉണ്ടാവില്ല. പിന്നെ അത് നിസ്കാരം തന്നെ വിചാരിച്ചൂടാ. ഒതുടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിന്തിക്കാനേ കഴിയില്ല. കാരണം ശരിയാവില്ല. അങ്ങനെ ആവും ചെയ്താൻ വന്നിട്ട് അത് ചെയ്താന്റെ ഭാഗമാണ് ആ വിശ്വാസം. നിസ്കാരത്തിലുള്ള ചെയ്താന്റെ പേര് സെൻസറാണ്, ഒതുവിന്റെ വലഹാനാണ്. അതൊക്കെ അനുസരിച്ചുണ്ട്. ഞാൻ ഉസ്താദ് പറഞ്ഞു രണ്ട് ഷെയ്ത്താന്മാരുടെ പേര് വസ്വാസ് ഉണ്ടാക്കാൻ തന്നെ വന്നിട്ടുള്ള ചില ഷെയ്ത്താന്മാരുടെ പേരടക്കം ഉസ്താദ് പറഞ്ഞു. ഉസ്താദിന്റെ ഭാഗത്ത് പറയുന്നുണ്ട് തെങ്കീറും ഇമാം നബിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രാമാണികമായ കിതാബാണ് തെങ്കീർ. അതിലൊക്കെ നബിമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദ്ഹബിന്റെ വക്താവാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ആളാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഗൗരീത്തൽ അള്ളാഹ് പറഞ്ഞേക്കണേ ഈ ദീനിൽ അള്ളാഹുത്തല ഒരു ഇടങ്ങേറുണ്ടാക്കി വെച്ചിട്ടില്ല. അള്ളാഹുത്താല പറഞ്ഞത് ദീനില് അള്ളാഹുത്താല എന്താക്കിയിട്ടില്ല, ഇടങ്ങേറ് ബുദ്ധിമുട്ട് ഒരാൾക്കുണ്ടാക്കിയിട്ടില്ല. കാരണം ദീൻ എന്നുള്ളത് അത് വളരെ സിമ്പിളാണ്. പിന്നെ തക്ബീർ കെട്ടിയിട്ട് റുക്കൂ വരെ കെട്ടുക, അതുവരെ അവർക്ക് കെട്ടിയാൽ ശരിയാവില്ല. റുക്കൂകൾ പോയി അപ്പോൾ ശരിയായിട്ട് കയറിയിട്ട് പോവുക. ഇതൊക്കെ ആരുണ്ടാക്കണം? ശൈത്താൻ ഉണ്ടാക്കണം. അങ്ങനെ ഇടങ്ങാറാൻ നിൽക്കണ്ട. അതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇത്രയൊക്കെ ശരിയായി മതി എന്ന് 2 ദിവസം പറഞ്ഞു തുടങ്ങിയാൽ പറയണ്ട, മനസ്സിലാക്കിയാൽ മതി. നമുക്ക് തോന്നാണ്ട് തക്ബീർ ശരിയായിട്ടില്ല എന്ന് തോന്നാം. അത്ര ശരിയായി മതി. ശരിയായിട്ടില്ലേ? ആയിട്ടില്ല, ആണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളണം. 3-ാമത്തെ ദിവസം സോക്കുണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ നേരിട്ടാളാ. പ്രസവമൊക്കെ ഉണ്ടായിരുന്നു ഈ 10 മിനിറ്റ് പോകുന്ന കാലത്ത്. അതൊക്കെ പോവും. ചികിത്സ ഒന്നല്ലേ ഉള്ളൂ. അത്ര ശരിയാ മതി. ആ ഈമാനിൽ പോലും അതാണ് പറഞ്ഞത്. അതൊക്കെ ലാസ്റ്റ് ഹദീസിൽ പറയുന്നത്. ഞാൻ ഹദീസ് കൂടെ വായിച്ചിട്ടില്ല. ഉസ്താദ് പറഞ്ഞത് നമുക്ക് വസ്വാസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വസ്വാസ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നും എടുത്തത് ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണ്. അത് ശരിയായിട്ടുണ്ട് എന്ന് കരുതിയാൽ മതി. ശരിയായിട്ടുണ്ട്, ഞാൻ എടുത്തത് ശരിയായിട്ടുണ്ട്. ഉളുവിന്റെ സുന്നത്ത് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടാൻ തന്നെ അത് ശരിയായിട്ടില്ലെന്ന് അത്ര മതി. കാരണം അള്ളാഹു എനിക്കറിയാം ഈ ശൈത്താന്മാർ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വിമുക്തമാകാൻ വേണ്ടി പ്രയത്നിക്കുന്നതും അള്ളാഹു എനിക്കറിയാം. അപ്പോ അത്ര മതി എന്ന് നമ്മൾ കരുതുക. എന്നിട്ടോ തുടർന്ന് അങ്ങോട്ട് പോവുക. നിസ്കാരത്തിന് ലൊഹറന്ന എന്നും പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോൾ അത് ഒരിക്കൽ കരുതിയാൽ മതി. അത് ശരിയായിട്ടില്ല എന്നാണ് കരുതുന്നത്, അത് ശരിയായിട്ടുണ്ട് അത്ര കരുതിയാൽ മതിയെന്ന്. അത് 2-3 പ്രാവശ്യം 2-3 ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ഈ ശൈത്താന്മാർ വിചാരിക്കും ഇവന്റെ അടുത്ത് കൂടിയിട്ട് കാര്യമില്ല. അത് കരുതിയിട്ട് പിന്നെ ശൈത്താന്മാർ മാറിക്കോളും. പിന്നെ ആ വസ്വാസം നമുക്ക് ഇല്ലാതായിക്കോളും. ഉസ്താദുമാർ കിതാബുകളിൽ നോക്കിയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്വാസിനെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. എല്ലാവിധ പിശാചിന്റെ ശർറിൽ നിന്നും അല്ലാഹു തആല കാത്തു സലാമത്താക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.